ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കാച്ചിൽ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇവിടെ കാച്ചിൽ കാത്ത് എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മ നന്നായി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കുറേ കഷ്ണങ്ങളൊക്കെ ആക്കി കുക്കറിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി എടുത്തതേ ഉള്ളൂ. നമ്മളിങ്ങനത്തെ ചേമ്പ് ചേന ഒക്കെ വെക്കുമ്പം നല്ലത് കാന്താരി ഇടുന്നത് തന്നെയാണ്. അതുകൊണ്ട് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ മതിയാവും. ഇത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഏട്ടനൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടം, അതുകൊണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതാണ് ഇഷ്ടം. അപ്പോൾ അതിന് കുറച്ചും കൂടി വെള്ളമെല്ലാം ഒഴിച്ചു. കുറച്ച് തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാൻ വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഈ പായസമൊക്കെ പോലെ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. അങ്ങനെ കാച്ചിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് കുറച്ച് കാന്താരിയും വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയൊരു പുളിയും കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ചതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലൊന്നും അടിക്കുകയൊന്നുമില്ല ചെയ്യുക, നന്നായി കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പം കാച്ചിലും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക, എന്നാലും ഈ രീതി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്ന് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.